ബിഗ് ബോസ് മലയാളം സീസൺ 7ൻ്റെ മൂന്നാമത്തെ ദിവസം എടുക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അക്ബർ രേണുസുധിക്കിട്ട ഒരു നിക്നെയിമാണ്, ഒരു ഇരട്ട പേര്. അത് രേണുസുധിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ വരികയും അതിനെ എതിരെ രേണുസുധി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് മെയിനായിട്ട് സംസാരിക്കാനുള്ളത്. പിന്നെ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. കുറേയധികം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മോർണിംഗ് സോങ്ങോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് വേടൻ്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന സോങ്ങാണ്. നമുക്കറിയാം, ഇപ്പോൾ ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പലർക്കും ഡ്രസ്സുകൾ കിട്ടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബിഗ് ബോസിലെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് എന്തുകൊണ്ടും യോജിക്കുന്നൊരു പാട്ടാണ്. ഇത് കഴിഞ്ഞ ഉടനെ നെവിൻ ബിഗ് ബോസിനോട് പോയി പറയുകയാണ്, എൻ്റെ ഡ്രസ്സ് എനിക്ക് തിരിച്ചു വേണം, എൻ്റെ കയ്യിൽ ബാൻഡ് ഉണ്ട്. ഏത് ബാൻഡാ? നേരത്തെ മത്സരിച്ച് ആര്യനൊക്കെ വാങ്ങിച്ച ആ ബാൻഡ് എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സ് വേണം, ഡ്രസ്സില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരച്ചിലല്ല കേട്ടോ, നെവിൻ്റെ സങ്കടം പറയുന്നതാണ്. അപ്പോൾ നെവിന് ആ യൂണിഫോം, കളം ഷർട്ടും കളം ഷോർട്ട്സും അത് നെവിൻ അങ്ങോട്ട് ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ് നെവിൻ വന്നിട്ട് ആര്യൻ്റെ കയ്യിൽ നിന്ന് ഈ ബാഡ്ജ് അടിച്ചു മാറ്റിയത്. കോമഡി എന്ന് വെച്ചാൽ ഈ ബാഡ്ജ് അടിച്ചു മാറ്റിയിട്ട് നെവിൻ ആര്യൻ്റെ പുറകെ നടന്ന് പറയുവാണ്, എന്നാലും ഇത് ആരാ കൊണ്ടുപോയത്? നിനക്ക് എന്നാ സംശയമുണ്ടോ? നീ പറ, നിനക്ക് എന്നാ സംശയമുണ്ടോ? എടുത്തത് നെവിൻ തന്നെയാണ്. എന്നിട്ട് നെവിൻ തന്നെ ഇത് പുറകെ നടന്ന് പറയുമ്പോഴേക്കും ആരും ഒരിക്കലും നെവിനെ സംശയിക്കില്ല. നെവിൻ അത് എടുത്തിട്ട് ഒരിടത്ത് കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചേക്കാണ്. ആ സൂക്ഷിച്ച് വെച്ച സ്ഥലം ബിഗ് ബോസിൻ്റെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് സൂം ചെയ്ത് കാണിക്കുന്നുമുണ്ട്. സോ അതിനുശേഷം അപ്പാനി ശരത്തിനോട് അനുമോൾ വന്ന് പറയുവാണ്, ഇവിടെ കുറേ പാഷാണത്തിൽ കൃമികളുണ്ട്, അവരെല്ലാം പൊളിച്ചടിക്കേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശരത്തിനോടൊന്ന് സംസാരിക്കുന്നു. പിന്നെയാണ് ബഹുരസകരമായിട്ടുള്ള മോർണിംഗ് ടാസ്ക്. മോർണിംഗ് ടാസ്കിൽ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ കണ്ടസ്റ്റൻസിനും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തവരുമായിട്ടുള്ള ഓരോ വ്യക്തികളെ ചൂസ് ചെയ്യാം, ഓരോ പേരുകളും കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും ഓരോ പേരുകൾ കൊടുത്തു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് ആതിരയെയും നൂറയെയും അതുപോലെ അനുമോളയുമാണ്. അവർക്ക് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പേരെന്ന് പറയുന്നത് അനുമോൾക്ക് പാവക്കുട്ടി എന്ന പേരാണ് ഇഷ്ടപ്പെട്ടത്. അതുപോലെ ആതിരയ്ക്കും നൂറയ്ക്കും പൂമ്പാറ്റ എന്ന് പറഞ്ഞ പേരാണ് ഇഷ്ടപ്പെട്ടത്. ഏറ്റവും മോശപ്പെട്ട പേര് കിട്ടിയത് അനീഷിനാണ്. അനീഷിന് ആ ഇട്ട പേരുകളിൽ നിന്ന് ഒരു പേര് അനീഷ് ചൂസ് ചെയ്തു. അത് ശരത്തിട്ട പേര്, എനിക്ക് തോന്നുന്നു അത് ചൊറിയമ്പുഴുന്നോ അങ്ങനെ എന്തോ ആണ് അനീഷിന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കേട്ടതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. എന്ത് പേരാണ് അനീഷിന് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അക്ബർ രേണുവിനെ വിളിച്ച പേര് സെപ്റ്റിക് ടാങ്ക് എന്നായിരുന്നു. ശരിക്കും നോർമൽ ഒരു സാഹചര്യത്തിൽ അങ്ങനൊരു പേര് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അത് വളരെ മോശമായൊരു കാര്യമാണ്, വളരെ തെറ്റായൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇതുപോലൊരു ഷോയ്ക്ക്. പക്ഷേ ഇതൊരു ടാസ്ക് ആയതുകൊണ്ട് ഈ ഷോയ്ക്കകത്ത് നോർമലി സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാകുമ്പോഴൊക്കെയാണ് ആ പേര് വിളിച്ചെങ്കിൽ അത് 100% തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതൊരു ടാസ്ക്കാണ്. ടാസ്കിനകത്ത് ഇഷ്ടപ്പെടാത്ത വ്യക്തിയെ എന്ത് പേരിട്ട് വിളിക്കാമെന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്ബർ ആ വിളിച്ചതിനോട് തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും. പക്ഷേ അല്ലാത്തൊരു അവസരത്തിലാണെങ്കിൽ അങ്ങനെ ഒരു പേര് വിളിക്കുന്നത് തെറ്റാണ്. ഇനി രേണുസുധി അക്ബറിനെ തിരിച്ചു വിളിച്ചത് വേട്ടപ്പട്ടി എന്നായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു. ഈ വേട്ടപ്പട്ടി തുറന്ന് നല്ല വാക്കല്ലല്ലോ, എന്നാൽ പോലും സെപ്റ്റി ടാങ്കിനോളം മോശമായൊരു വാക്കല്ല. പക്ഷേ അതൊരു ടാസ്കിലായതുകൊണ്ട് അതിനകത്ത് അക്ബറിനെ പൂർണ്ണമായിട്ട് തെറ്റ് പറയാൻ പറ്റില്ല. രേണുവിന് അത് വല്ലാണ്ട് ഹേർട്ടായിട്ട് രേണു എന്നാലും അങ്ങനെ വിളിച്ചല്ലോ, എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. നൂറയോട് വന്ന് പരാതി പറയുവാണ്. എന്നാലും നൂറ, അവൻ എന്നെ അങ്ങനെ വിളിച്ചല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാനൊന്നുമില്ലെങ്കിലും ഒരു സ്ത്രീയല്ലേ, ഒരു വിധവയല്ലേ, ഒരു അമ്മയല്ലേ? ഇങ്ങനെ പല കാർഡുകൾ രേണു ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും സൊസൈറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. കാരണം രേണുവിനെ അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാവും എന്തുകൊണ്ട് രേണു ആ സമയത്ത് അങ്ങനെ സംസാരിക്കുന്നു. അതൊരു ഷോ ആണെന്നും അവിടെ നടക്കുന്ന ഒരു ടാസ്ക് ആണെന്നും മനസ്സിലാക്കി അവിടെ എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യാനുള്ളൊരു ഗട്ട്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഷോകൾക്ക് നമ്മൾ പോകാവൂ. എന്നിട്ട് ഇതേ രേണു തന്നെ പറയുന്നുണ്ട്, ഞാൻ കരയത്തില്ല, ഞാൻ പിടിച്ചു നിൽക്കും, ഇതിനപ്പുറം ഞാൻ ഫേസ് ചെയ്തു. എല്ലാം പറയുന്നത് രേണു തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു വിഷയത്തിനകത്ത് എനിക്ക് അക്ബറിൻ്റെ ഭാഗത്ത് പൂർണ്ണമായിട്ടും തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ പേര് പറയണ്ടായിരുന്നു എന്നും തോന്നി. അതിനുശേഷം ഷൈത്യനെ തിരിച്ചു കയറ്റാൻ വേണ്ടി അക്ബറും ശരത്തും കൂടി ഒരു പ്ലാൻ നടത്തുന്നുണ്ട്. ആ പ്ലാനിടെ കൂടി ഷാനവാസ് ഈ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നു. ഇവരെ ഇറിറ്റേറ്റഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആര്? ഷാനവാസ്. അവർ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ ഉറപ്പായിട്ടും അക്ബറിൻ്റെ സ്വഭാവം വെച്ച് അക്ബർ തിരിച്ച് റിയാക്ട് ചെയ്തു ഷാനവാസ് വിചാരിച്ചു. പക്ഷേ അക്ബർ ഇരുന്നിടത്തുനിന്ന് അനങ്ങിയിട്ടില്ല. ഇങ്ങനെ വാക്കുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഷാനവാസ് വിചാരിച്ച കാര്യം അവിടെ നടന്നില്ല. അതിനുശേഷം അബിയും അക്ബറും കൂടി രാത്രി ജിസേലിനെ എങ്ങനെയെങ്കിലും ഉറക്കണം. ജിസേൽ ഉറങ്ങിക്കിടന്നാൽ പൊക്കിയെടുത്ത് മറ്റേ റെഡ് ലൈറ്റിൻ്റെ താഴെ കൊണ്ട് നിർത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജിസേലിനെ പുറത്താക്കാം.
ഇനി ഇവർ 4 പേരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ആരെയൊക്കെ? ഷാനവാസിനെയും ഷൈത്യനെയും ജിസേലിനെയും അതുപോലെ ബിൻസിയെ. ഈ 4 പേരെയും തമ്മിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ അതിലൊരാളെ ഉറപ്പായിട്ട് പുറത്താക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവർ എല്ലാവരും കൂടി നടത്തുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടപ്പോൾ മനസ്സിലായത്, പുറത്താക്കുന്ന ആ ടാസ്ക് ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ മനസ്സിലായ കാര്യം, പുറത്താക്കിയവരെക്കാളും കൂടുതൽ ഉറക്കം പോകുന്നത് അകത്ത് ഉള്ള ആൾക്കാർക്കാണ്. ഈ പുറത്തുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും റെഡ് ലൈറ്റിൻ്റെ താഴെ കൊണ്ട് കിടത്തണമല്ലോ, അതിനുവേണ്ടി അകത്തുള്ള ആൾക്കാരാണ് ഉറക്കമളച്ച് കാത്തിരിക്കുന്നത്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പുറത്ത് കിടക്കുന്ന ആൾക്കാരിൽ പലരും ഉറങ്ങുന്നുമുണ്ട്, ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നുമില്ല. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രേണു വന്നിട്ട് നൂറയോട് വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ട്. ഈ വിധവ, സ്ത്രീ, അമ്മ എന്നൊക്കെ പറഞ്ഞുള്ള വിക്ടിം കാർഡ് ഇറക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇതൊരു ഷോയാണ്. ഷോയ്ക്കകത്ത് എന്തും, അതും ഇതുപോലൊരു ഷോയ്ക്കകത്ത് എന്തും ഫേസ് ചെയ്യാനുള്ള മനക്കെട്ടി നമുക്ക് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് പോകരുത്, വീട്ടിൽ കുത്തിയിരിക്കണം. പിന്നെ വീക്കിലി ടാസ്ക്, ഭാഗ്യത്തിൻ്റെ പണപ്പെട്ടി, അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എപ്പിസോഡ് കണ്ടതുകൊണ്ടായിരിക്കാം, പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: 3 ടൈപ്പ് കോയിൻസ് ഉണ്ടാവും, ഗോൾഡ്, റെഡ്, ബ്ലാക്ക്. ഈ ഗോൾഡ് കോയിൻ കയ്യിൽ കിട്ടുന്ന ആൾക്ക് സൂപ്പർ പവർ കിട്ടും. ബ്ലാക്ക് കോയിൻ ആണ് കിട്ടുന്നതെങ്കിൽ പണിയും കിട്ടും. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി ആ കോയിൻ എടുക്കാൻ വേണ്ടി ഗാർഡൻ ഏരിയയിൽ ഒരു പോഡിയം വെച്ചിട്ടുണ്ടാവും. പോഡിയത്തിനകത്താണ് ഈ കോയിൻ ഇരിക്കുന്നത്. ഒരു ബസർ ഉണ്ടാവും. ആ ബസർ പ്രസ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും പോയിട്ട് മാക്സിമം കോയിൻ കളക്ട് ചെയ്യുക, തിരിച്ച് അടുത്ത ബസറിന് തിരിച്ച് വരിക. അങ്ങനെ പലർക്കും കോയിൻ കിട്ടും, പലർക്കും കോയിൻ കിട്ടുന്നില്ല. അവസാനം അക്ബറിൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡ് കോയിൻ കയ്യിലുള്ള അക്ബറിന് സൂപ്പർ പവർ കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ ഈ ടാസ്കിൻ്റെ അടുത്ത റൗണ്ടിൽ അക്ബർ പറഞ്ഞു വിടുന്ന വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ കിട്ടണം. അങ്ങനെ അക്ബർ പറഞ്ഞു വിട്ടത് ആര്യനെയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആര്യന് ഗോൾഡ് കോയിൻ കിട്ടിയില്ല. ആര്യൻ ഗോൾഡ് കോയിൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബസർ കേട്ട സമയത്ത് ആര്യൻ്റെ കയ്യിൽ നിന്ന് ഈ ഗോൾഡ് കോയിൻ ആര് തട്ടിയെടുത്തു? ഷാനവാസ് തട്ടിക്കൊണ്ട് പോയി. അപ്പോൾ ആര്യൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം പോയി. ഇത് പോയപ്പോൾ എന്താ സംഭവിച്ചേ? ഇതുണ്ടെങ്കിൽ മാത്രമേ അക്ബറിന് സൂപ്പർ പവർ കിട്ടത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ഗോൾഡ് കോയിൻ കിട്ടാത്തത് കൊണ്ട് അക്ബറിനെയും ആര്യനെയും കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് അക്ബറിന് കിട്ടിയ ആ സൂപ്പർ പവർ ക്യാൻസലായി. മാത്രമല്ല, ഈ 2 പേരിൽ ഒരാൾ നെക്സ്റ്റ് വീക്കിലുള്ള നോമിനേഷനിലേക്ക് ഡയറക്റ്റ് പോകും. അത് ആരാവണമെന്ന് ഇവർക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഡിസ്കഷൻ തുടങ്ങി. 2 പേരും അവരവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അക്ബർ സ്വയം തീരുമാനിച്ചു, ഞാൻ അടുത്ത ആഴ്ച നോമിനേഷനിലേക്ക് പോകാം. കാരണം ഈ ആഴ്ച ആര്യനുണ്ടല്ലോ, നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ പൊയ്ക്കോളാം എന്ന് അക്ബർ സമ്മതിച്ചു. അങ്ങനെ അവർ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തു വന്നു. ആദ്യം ഇവർ സമ്മതിക്കാത്ത 2 പേരായിരുന്നു. ആ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ ഇതിലൊരു തീരുമാനമാക്കാതെ കൺഫെഷൻ റൂമിൻ്റെ ഡോർ തുറക്കത്തില്ല. ഇപ്രാവശ്യം ബിഗ് ബോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. കൊടുക്കുന്ന ടാസ്കുകളാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. ചെയ്യാനുള്ള ടാസ്കുകൾ തന്നെയാണ് കൊടുക്കുന്നത്. ചെയ്യാൻ ത്രില്ലിംഗ് ആയിട്ടുള്ള ടാസ്കുകളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ കൊടുക്കുന്ന പണികളും ഗംഭീര പണികളാണ് കൊടുക്കുന്നത്. സോ ബിഗ് ബോസ് ഇപ്രാവശ്യം അപ്ഡേറ്റഡ് ആണ്. എന്നാൽ കണ്ടസ്റ്റൻസ് അത്രമാത്രം അപ്ഡേറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഉണ്ടായൊരു കാര്യം, ഒരു കോയിനും കിട്ടാത്തവർക്ക് ഇനി ടാസ്കിൽ മത്സരിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഈ കോയിൻ കിട്ടാത്തവരായിരിക്കും ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷനിലേക്ക് പോകുന്നത്. അതിൽ നിന്ന് 2 പേരായിരിക്കും ജയിലിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ജയിൽ നോമിനേഷനും ഈ പരിപാടിയിൽ കൂടി സംഭവിച്ചു. ഇനി ചിലപ്പോൾ അടുത്ത ദിവസം ജയിൽ നോമിനേഷൻ ആയിരിക്കും. അതിനുശേഷം പിന്നെ കിട്ടിയത് കറുപ്പ് കോയിൻ കിട്ടിയ ആൾക്കാർക്കുള്ള പണിയാണ്. 3 പേർക്ക് കറുപ്പ് കോയിൻ കിട്ടിയെങ്കിൽ ആ 3 പേരിൽ ഒരാൾ കണ്ണ് കെട്ടണം, ഒരാൾ വായ മൂടണം, ഒരാൾ ഇരിക്കണം. ഈ ഇരിക്കുന്നത് ബിഗ് ബോസ് കൊടുക്കുന്ന പ്രോപ്പർട്ടിയിൽ വേണം ഇരിക്കാൻ. ബിഗ് ബോസ് കൊടുത്ത പ്രോപ്പർട്ടി ആണെങ്കിൽ ഉന്തുവണ്ടിയാണ്. ഈ ഉന്തുവണ്ടിയിൽ ഒരാൾ ഇരുന്നിട്ട് മറ്റ് 2 പേരും ഈ ഉന്തുവണ്ടി ഉന്തിക്കൊണ്ട് നടക്കണം. ഉന്തുവണ്ടി എവിടെ നിൽക്കാൻ പാടില്ല. അങ്ങനെ അത് ഉരുട്ടിക്കൊണ്ട് നടക്കണം. രന ഫാത്തിമയും അനീഷുമാണ് കണ്ണുകെട്ടുകയും വായ മൂടുകയും ചെയ്തത്. അബിയാണ് ഉന്തുവണ്ടിക്കകത്ത് ഇരുന്നത്. അവരിങ്ങനെ കുറേ നടന്നു. അത് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് ഉന്തുവണ്ടി ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ടിൽ 4 പേരാണ് ബ്ലാക്ക് കോയിൻ കിട്ടിയത്. ആ 4 പേരിൽ ഒരാൾ ഇരിക്കണം, ഒരാൾ കണ്ണുകെട്ടണം, ഒരാൾ വായ മൂടണം, ഒരാൾ ആന നടത്തം നടക്കണം. അപ്പോൾ ഇതിന് ആ സമയത്ത് 4 പേരിൽ ഒരാളെന്ന് പറഞ്ഞാൽ ആര്യനായിരുന്നു. ആര്യൻ ആന നടത്തം നടന്നു. അനീഷ് ആയിരുന്നു ഒരാൾ. അനീഷ് ഈ ഉന്തുവണ്ടിക്കകത്ത് ഇരുന്നു. ഷാനവാസ് ആയിരുന്നു അടുത്തയാൾ. ഷാനവാസ് കണ്ണ് മൂടിക്കെട്ടി. പിന്നെ ഒരാൾ അക്ബർ ആയിരുന്നു. അക്ബർ വായ മൂടി. ഏകദേശം 3 മണിക്കൂറോളാണ് ഇവരത് നടന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നടന്നത്, നെവിന് ഡ്രസ്സ് തിരിച്ച് കിട്ടിയേ പറ്റൂ. നെവിന് ഡ്രസ്സില്ലാണ്ട് ഒരു രക്ഷയില്ല. സോ നെവിൻ ബിഗ് ബോസിന് ആ ബാഡ്ജ് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ ബാഡ്ജ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ആര്യൻ്റെ ബാഡ്ജ് മിസ്സായത് ആര്യൻ അറിഞ്ഞു. ആര്യൻ ആ ബാഡ്ജ് മിസ്സായത് അറിഞ്ഞിട്ട് അവിടേക്ക് അന്വേഷിക്കുകയാണ്. ആ സമയത്താണ് നെവിൻ അടുത്ത് പോയിട്ട്, എന്നാലും അത് ആരായിരിക്കും എടുത്തത്? എന്തായാലും ആവശ്യക്കാരായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അല്ലാണ്ട് ആവശ്യമില്ലാത്ത ആൾക്കാർ എടുക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് എന്നെ സംശയമുണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, നിനക്ക് എന്നെ സംശയമുണ്ടോ? വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ആര്യൻ തോന്നും, ഇവനല്ല എടുത്തത്, വേറെ ആരോ ആണ് എന്ന് തോന്നുമല്ലോ. പക്ഷേ നെവിനാണ് എടുത്തത്. നെവിൻ ഒരു കള്ള ചിറ്റിക്ക് ചിരിച്ച് അതുവഴി നടന്നു പോകുന്നുണ്ട്. അവസാനത്തെ റൗണ്ടും കഴിഞ്ഞതിന് ശേഷം അനീഷിന്റെ കയ്യിൽ നിന്ന് കോയിൻ ആര്യൻ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അനീഷിന്റെ അസ്ഥാനത്ത് കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് കാല് മടക്കി ചവിട്ടാനൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു വേർഡ് പറഞ്ഞു. അത് മ്യൂട്ട് ചെയ്ത് കാണിച്ചത്, എന്നൊരു വാക്ക് മ്യൂട്ട് ചെയ്ത് കാണിക്കുകയും ചെയ്തു. പിന്നെ ഉടനെ ഷാരിക അതിൽ കയറി ഇടപെട്ടു. ഷാരിക ഇടപെട്ടിട്ട് ആര്യം ചെയ്തു മോശമായിപ്പോയി. ആര്യം ഒരിക്കലും അങ്ങനെ
ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിക ആര്യനോട് ദേഷ്യപ്പെട്ടു, ആര്യൻ തിരിച്ച് ദേഷ്യപ്പെടുന്നു. ഇങ്ങനൊരു രംഗം അവിടെ നടന്നു പോയി. അതിനുശേഷം പിന്നെ അനീഷ് നേരെ ക്യാമറയുടെ മുന്നിൽ വന്ന് ഒരുതരം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. ബിഗ് ബോസേ, എനിക്ക് അങ്ങനെ ആരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ആരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, സോ ഞാൻ ഒറ്റയ്ക്ക് കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെറ്റപ്പിൽ ഇങ്ങനെ നടന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ ഓഫായി. ഷാനവാസും ആ 3 പേരും പുറത്തായല്ലോ. പുറത്തായ ഷാനവാസ് നേരെ അകത്ത് വന്നിരിക്കുകയാണ്. നൂറയോടും ആദിലോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനീഷ് അടുത്ത് വന്നിട്ട്, നിനക്ക് അവിടെ പോയിരുന്നൂടെ? ബിഗ് ബോസേ, ഈ മരുന്നിൻ്റെയും ബാത്റൂമിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പലരും ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കുന്നുണ്ട്, അത് തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ, നിനക്കുള്ള പണി ഞാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് കട്ടയ്ക്കനെ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ശരത്തും ടീമും നേരെ എവിടെ വരുന്നു? ബിൻസിയുടെയും ശൈത്യയുടെയൊക്കെ അടുത്ത് വരികയാണ്. എന്നിട്ട് ഷാനവാസ് അവിടെ പോയി ഇരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഇവരെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൽ ഒരു പരിധി വരെ ബിൻസിയൊക്കെ മാനിപ്പുലേറ്റഡ് ആയെന്ന് തോന്നുന്നു, ശൈത്യയും. കാരണം ഇവരെ 3 പേരും ഇവിടെ കിടത്തിയിട്ട് ഷാനവാസ് അകത്ത് പോയിട്ട് സുഖിക്കുന്നു എന്നുള്ളൊരു തോട്ട് ഇവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കാൻ ശരത്തിന് സാധിച്ചു എന്നാണ് തോന്നുന്നത്. പിന്നെ കാണിച്ചെന്ന് പറയുന്നത്, ഉറങ്ങിക്കിടത്ത ശൈത്യനെ പൊക്കാൻ ശ്രമിക്കുന്നു, പെട്ടെന്ന് ശൈത്യ ചാടി എഴുന്നേൽക്കുന്നു. അതുപോലെ ജിസേലിനെ പൊക്കാൻ ശ്രമിക്കുന്നു, ജിസേൽ ചാടി എഴുന്നേൽക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഉറക്കം ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നത് ഈ 4 പേരെ ആണെങ്കിലും ശരിക്കും ഉറക്കം പോയത് അകത്തുള്ള ബാക്കി 15 പേർക്കുമാണ്. അവരിവരെ ഉറക്കാനും അല്ലെങ്കിൽ ഇവരെ പൊക്കിക്കൊണ്ട് റെഡ് മാർക്കിൻ്റെ അവിടെ കൊണ്ട് വെക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഉറക്കം പോകുന്ന ഇവരുടെ അല്ലേ. സ്വാഭാവികമായിട്ട് ആർക്കും ഇപ്പോൾ അവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ 4 പേരുടെ ഉറക്കം പോയെന്ന് വിചാരിക്കുന്നെങ്കിൽ പോലും ബാക്കി ആർക്കും തന്നെ അവിടെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആയത്. ലൈവ് ഞാൻ നിൽക്കുന്നത് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞതിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം.